ഏതൊരു ബിസിനസ്സിലും അടിസ്ഥാനപരമായിട്ട് പ്രോബ്ലംസ് വരുന്ന ഏരിയയാണ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. പല വലിയ വലിയ കമ്പനികളും അവരുടെ കമ്പനി തുടക്കത്തിൽ മുതൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുമ്പോഴും ഒരു CFO സർവീസ് അവർ ഹയർ ചെയ്യണ്ടേ. CFO സർവീസ് എന്ന് പറയുമ്പോൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഒരു കമ്പനിയുടെ CEO പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് CFO സർവീസ്. അത് കമ്പനിയുടെ ഗ്രോത്തിനെയും അതിൻ്റെ ക്യാഷ് ഫ്ലോയും ഒക്കെ വളരെയധികം ബാധിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് CFO സർവീസ് മിടുക്കരായ പ്രൊഫഷണൽസിനെ വലിയ വലിയ കമ്പനി ഒരുപാട് റെമ്യൂണറേഷൻ കൊടുത്ത്, എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു മോർ ദാൻ 5 lakhs പെർ മന്ത് വരും അവരുടെ സർവീസ് കിട്ടുന്നതിന് വേണ്ടി. അതിലൂടെ അങ്ങനെ വ്യക്തമായ പ്രൊഫഷണൽസിനെ അവർ പോസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ കമ്പനികളുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ സാധാരണക്കാർ നമ്മളെപ്പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു സർവീസ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് അതിനുള്ള പേയ്മെന്റ് കൊടുക്കാനുള്ള ഒപ്പില്ല. അങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മൾ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഇതേപോലൊരു സർവീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ, അതായത് കൃത്യമായി ബിസിനസ് പ്ലാൻ നടത്തി ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി ഗ്രാജുവലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഏത് കമ്പനിക്കും ഒരു CFO സർവീസ് ആവശ്യമാണ്. അത് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് പലരും അതിന് മുതിരുന്നില്ല. ഒരുപാട് പേര് പ്രശ്നങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റോടു കൂടി ബൈബിസ് സൊല്യൂഷൻസ് ഒരു 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 പാക്കേജുമായി വന്നിട്ടുണ്ട്. എങ്ങനെ ഏത് തരത്തിലുള്ള കമ്പനിക്കാർക്കും ഒരു CFO സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്നതിന് വേണ്ടിയിട്ട് അവർ പാക്കേജും ഒരു സർവീസുമായി വന്നിട്ടുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ മിസ്റ്റർ കരീം സാറുണ്ട്. അദ്ദേഹം CS കഴിഞ്ഞ ആളാണ്. അത് കൂടാതെ നോർത്ത് ഇന്ത്യയിലെ KPMG പോലെയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റിംഗ് കമ്പനി, അതുപോലെ ഫിജിറ്റ്സ് പോലത്തെ കമ്പനികളിൽ ദീർഘകാലം CFO സർവീസ് നടത്തി തിരിച്ച് ഇപ്പോൾ ബൈബിസ് എന്ന സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹമാണ്. ഞാനും അത് ഈ ബൈബിസിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ കമ്പനികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെക്കുറിച്ച് അറിയാവുന്നത്, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി അറിയാവുന്നത് കൊണ്ട് സാറും ഇതിന്റെ ഒരു മെയിൻ പാർട്ടായിട്ട് CFO സർവീസിനെ കുറിച്ചും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെ ഈ സർവീസ് കൊടുക്കുമെന്നും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സർ, വെൽക്കം to EC Exports. ഓക്കെ, താങ്ക് യു. ബൈബിസിന്റെ ഒരു സർവീസ് പുതിയതായിട്ട് ഫ്രാക്ഷണൽ CFO. ആക്ച്വലി എന്താണ് ഈ ഫ്രാക്ഷണൽ CFO? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഏതൊരു കമ്പനിക്കും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്ട്രോങ് ഇരുന്നാൽ തീർച്ചയായിട്ടും ഏതൊരു കമ്പനിയും വിജയത്തിലേക്ക് പോകും. പല കമ്പനികളുടെയും പരാജയത്തിന് കാരണം അതിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വീക്ക് ആയതുകൊണ്ടാണ്. ഇഫ് ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ is strong, then automatically that organization will be strong. Oh, very good. Okay. അപ്പൊ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസിന്റെ എല്ലാത്തിൻ്റെയും ആകെത്തുക നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? മോണിറ്ററി ടേംസിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതെല്ലാം പ്രതിഫലിക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത് നമ്മുടെ ഓപ്പറേഷൻസിന്റെ എത്ര റവന്യൂ വന്നു, എത്ര എക്സ്പെൻസ് വന്നു, എത്ര ബാലൻസ് ഉണ്ട്, അതാണ് പ്രോഫിറ്റ്. ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് നമ്മളുടെ എത്രയാണ് ടോട്ടൽ കമ്പനിക്ക് ലയബിലിറ്റീസ് ഉള്ളത്, അതിൽ ഓണേഴ്സിന്റെ ഫണ്ട് എത്രയുണ്ട്, ബാക്കി എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എത്രയുണ്ട്, അതേപോലെ തന്നെ കമ്പനിക്ക് അതിന്റെ അഗൻസ്റ്റ് ആയിട്ട് എത്ര അസറ്റ്സ് ഉണ്ട്. ഇതാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. അതാണ് ശരിക്കും ഇത് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ഒരു കമ്പനിയുടെ വിഭവങ്ങളെ എങ്ങനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ആ കമ്പനിയുടെ പ്രോഫിറ്റിനെ നമുക്ക് എത്രമാത്രം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ചിലർ മാക്സിമൈസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്, ഞാൻ ഇവിടെ ഒപ്റ്റിമൈസേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രോഫിറ്റ് ഇപ്പോഴുള്ള പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഡബിൾ ചെയ്യണോ, ഇരട്ടിയാക്കണോ, 2 ഇരട്ടിയാക്കണോ, 3 ഇരട്ടിയാക്കണോ, 4 ഇരട്ടിയാക്കണോ? ഇത് എങ്ങനെ സാധിക്കുന്നത്? നിങ്ങളുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്കത് ശരിക്ക് ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് CFOയുടെ റോൾ വരുന്നത്. അവിടെയാണ് CFOയുടെ റോൾ വരുന്നത്. എന്ന് വെച്ചാൽ
എല്ലാ രീതിയിലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്തൊരു കാര്യത്തിനും ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അതിൽ 5 കാര്യങ്ങളുള്ള ഈ ഇഫക്റ്റീവ് മാനേജ്മെന്റിൽ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ പ്ലാനിങ് ആണ്. ദെൻ ഓർഗനൈസിങ്, ദെൻ ഡയറക്റ്റിംഗ്, ദെൻ ഇംപ്ലിമെന്റിങ്, ദെൻ ആഫ്റ്റർ ദാറ്റ് മോണിറ്ററിങ്. ഈ 5 കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലാനിങ്. ഓക്കെ. അപ്പൊ ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇപ്പൊ നമുക്ക് എത്ര പ്രൊഡക്ഷൻ എടുക്കണം അത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ആ പ്രൊഡക്ഷനിലേക്ക് എന്തെല്ലാം അത്രയും പ്രൊഡക്ഷൻ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര വിഭവങ്ങൾ വേണം. അപ്പൊ നമ്മുടെ അതിൽ നിന്നാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്, പർച്ചേസ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ പ്രൊഡക്ഷൻ അതുപോലെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എത്ര മാൻ പവർ വേണ്ടി വരും, ആ മാൻ പവർ അത്രയും നമ്മൾ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സാലറി കോസ്റ്റ് അല്ലെങ്കിൽ വേജസ് കോസ്റ്റ് വരും, അതേപോലെ തന്നെ നമുക്ക് എത്ര പവർ കൺസംഷൻ വരും, ഇലക്ട്രിസിറ്റി കോസ്റ്റ് എത്ര വരും, അതുപോലെ തന്നെ ഫാക്ടറി ഓവർ ഹെഡ് പല രീതിയിലും മറ്റു പല എക്സ്പെൻസുകളുണ്ട്. അപ്പൊ ആ ഫാക്ടറി ഓവർ ഹെഡ് എത്ര വരും, അതുപോലെ തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്ര വരും, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് വരും. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യാം. അതിന് പല രീതിയിലുള്ള പ്ലാനിങ് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് ബജറ്റിംഗ് കൺട്രോൾ, ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ അടുത്ത ഒരു വർഷത്തെ ബജറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് ഇതിന്റെ ബേസിൽ. ഓക്കെ, ആദ്യമേ നമ്മൾ സെയിൽസ് പ്ലാൻ ചെയ്യുന്നു, സെയിൽസ് ബജറ്റ് ചെയ്യുന്നു. അതിന്റെ ബേസിൽ നമുക്ക് എത്ര പ്രൊഡക്ഷൻ വേണമെന്നുള്ളത് നമ്മൾ ഇത് ചെയ്യുന്നു. ആ പ്രൊഡക്ഷന്റെ ബേസിൽ നമ്മൾ പ്രൊക്യൂർമെന്റ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഇതിന്റെ കംപ്ലീറ്റ് പ്ലാനിങ് വന്നിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ, അതായത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ തന്നെ ഈ ഫൈനാൻസ് പ്ലാനിങ് അല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ അടുത്ത 5 വർഷം എവിടെയായിരിക്കണം പോയി നിൽക്കേണ്ടത് എന്നുള്ളൊരു റൂട്ട് മാപ്പാണ് ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞത്. അതാണ് ഈ CFO എല്ലാവരും ചെയ്യുന്നത് ആക്ച്വലി അല്ലെ. അതിന് ഇൻഡെപ്ത് ആയിട്ട് പോയി പഠിച്ചിട്ടാണ് നിങ്ങൾ ഓരോ വർഷത്തെയും പ്ലാനിങ്ങും കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. അവിടെയാണ് ഈ വലിയ വലിയ കമ്പനികളുടെ ഗ്രോത്ത് കൂടാനുള്ള കാരണം അല്ലെ. ഈ ചെറിയ കമ്പനികൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് CFO എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ അല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ അവിടെയാണ് ഈ ബൈബിസ് എന്ന സ്ഥാപനം കൊണ്ടുവന്നിരിക്കുന്ന ഈ സൊല്യൂഷൻസ്, ഫ്രാക്ഷണൽ CFO സർവീസ് ഞാൻ കണ്ടു. അപ്പൊ ശരിക്കും എന്താണ് ഫ്രാക്ഷണൽ CFO, അത് എങ്ങനെ സർവീസ് കൊടുക്കാൻ പറ്റും? ഈ സർവീസ് ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രീതിയിൽ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ ചെറിയ കമ്പനിക്കാർക്കാണ് ഇത് കൂടുതൽ ഉപകരിക്കുന്നത്. ഇപ്പൊ ചെറിയ ചെറിയ കമ്പനിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയും വലിയ പേ കൊടുത്തിട്ട് ഒരു CFOനെ ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ആ സർവീസസ് കിട്ടാതെ പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിന് സമാന്തരമായിട്ടുള്ള CFO സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അവർക്ക് ചാർജ് ചെയ്യുന്ന ഒരു ഫ്രാക്ഷണൽ എമൗണ്ട് ആയിരിക്കും. അതാണ് ഫ്രാക്ഷണൽ CFO. അപ്പൊ നമുക്ക് എസ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഫൈനാൻഷ്യൽ അനാലിസിസ് ചെയ്തിട്ട് എവിടേക്കാണ് അവരുടെ പ്രശ്നങ്ങളുള്ളത്, എവിടേക്കാണ് അവരുടെ ഇമ്പ്രൂവ്മെന്റ് ഏരിയ, എവിടേക്കാണ് അവരുടെ എക്സ്പെൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, എവിടേക്കാണ് എക്സ്പെൻസ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഓരോ മേഖലകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കും. അപ്പൊ അതനുസരിച്ച് അവർക്ക് ശരിക്ക് എക്സ്പെൻസ് മാനേജ്മെന്റ് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ദെൻ ഓട്ടോമാറ്റിക്കലി ആ എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ പ്രോഫിറ്റിനെയാണ് ബാധിക്കുന്നത്. പ്രോഫിറ്റ് കൂടും. അപ്പൊ ഫ്രാക്ഷണൽ CFO സർവീസ് നിങ്ങൾ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അനാലിസിസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കൃത്യമായിട്ട് അഡ്വൈസ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പൊ ആ അഡ്വൈസിന്റെ ബേസിൽ നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഫിറ്റ് കൂടും, ഡബിൾ ആകുകയോ ട്രിപ്പിൾ ആകുകയോ അല്ലെങ്കിൽ 4 times ആകുക. അത് ആ രീതിയിൽ ഏത് രീതിയിലാണ് നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ വരും. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വലിയ കമ്പനിയൊക്കെ ഒരു CFOനെ പെർമനന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെറിയ കമ്പനികൾക്കും അല്ലെങ്കിൽ തുടക്കക്കാർക്കും ഒക്കെ സാറിനെ പോലെയുള്ള പ്രൊഫഷണൽസിന്റെ സർവീസ് ഏകദേശം മറ്റതുപോലെ ആളുകൾക്ക് ആയിട്ട്. അപ്പൊ ഈ ബൈബിസിന്റെ ഈ ഫ്രാക്ഷണൽ CFO സർവീസ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഈ വലിയ വലിയ കമ്പനികൾ ഗ്രോ ചെയ്യുന്നത് പോലെ തന്നെ ഈ ചെറിയ കമ്പനികൾ ഫെയർ ഇല്ലാതെ സ്മൂത്തായിട്ട് സുഗമമായ രീതിയിൽ അവരുടെ അക്കൗണ്ട്സും അല്ലെങ്കിൽ അവരുടെ ഫൈനാൻസും അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തും വർദ്ധിപ്പിക്കുന്ന. അല്ല, ഇതിൽ ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ.
എല്ലാവരും കരുതിയിരിക്കുന്നത് ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അക്കൗണ്ടിങ്. ഇപ്പൊ മിക്കവാറും എല്ലാവരും അടുത്ത് ടാലി സോഫ്റ്റ്വെയർ ഉണ്ടാവും. അപ്പൊ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടാലി സോഫ്റ്റ്വെയർ തന്നെ അത് P&L മറ്റേ ബാലൻസ് ഷീറ്റും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇതാണിത്. പക്ഷെ അതല്ല, അതെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്താണോ അതിലേക്ക് ഡാറ്റ ഇൻപുട്ട് കൊടുത്തേക്കണത് അതനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ആ ഔട്ട്പുട്ടിനെ നമ്മൾ ശരിക്ക് വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് എവിടേക്കാണ് ശരിക്ക് നമ്മളുടെ വീക്ക്നെസ് ഉള്ളത്, അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് പ്രോബ്ലംസ് ഉള്ളത്, എവിടേക്കാണ് നമ്മുടെ കോസ്റ്റ് കൂടുതലുള്ളത്, എവിടേക്കാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളുള്ളത്. ഇതൊക്കെ നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? നമ്മളതിനെ വിശകലനം ചെയ്യുമ്പോഴാണ്. അതായത് ശരിക്കും പറഞ്ഞ CFO സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ ഏരിയയും എടുത്തിട്ട് അതിന്റെ ഡാറ്റ അനാലിസിസ് നടത്തും. ഓരോ പോയിന്റ് എന്നിട്ട് എവിടെയാണ് നമുക്ക് ആക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗ്രേ ഏരിയ എവിടെയാണ് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിന് ശരിക്കും എക്സ്പെർട്സിന്റെ ആവശ്യമുണ്ട്. പല ആസ്പെക്ട്സ് ആണ് വരുന്നത്. ഇപ്പൊ ഒന്നെന്ന് പറഞ്ഞപ്പോ സ്റ്റാൻഡേർഡ് വേർഡ്സ് ആക്ച്വലി നമ്മള് ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് പ്രോസസ് നടക്കണമെങ്കിൽ അതിൽ എത്ര ഇൻപുട്സ് വേണം, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഓക്കെ, അതിന്റെ അഗൈൻസ്റ്റ് ആക്ച്വൽ ഇൻപുട്സ് നമ്മൾ എത്ര യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും എക്സസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു അനാലിസിസ് നമ്മൾ നടത്താത്തിടത്തോളം കാലം നമ്മളുടെ മെറ്റീരിയൽ കൺസംഷൻ കറക്റ്റ് ആണോ ഇല്ലെന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബജറ്ററി കൺട്രോള്. ബജറ്റ് നമ്മൾ ഒരു ബജറ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ബജറ്റ് ഉണ്ടാക്കിയിട്ട്, മന്ത്ലി ബജറ്റ് ഉണ്ടാക്കിയിട്ട് അത് കൃത്യമായിട്ട് ആ ബജറ്റ് എന്താണ് ഞാൻ ബജറ്റ് ചെയ്തത് അതനുസരിച്ചാണ് എൻ്റെ ആക്ച്വൽ റിസൾട്ട്സ് വരുന്നത്. അത് രണ്ടും ഞാൻ കമ്പയർ ചെയ്തിട്ട് അതിന്റെ വേരിയൻസ് ഞാൻ അനലൈസ് ചെയ്താലാണല്ലോ എവിടെയാ എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ബജറ്റ് അനുസരിച്ച് എനിക്ക് ആ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റാതെ വന്നതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കെന്ന് പറഞ്ഞെങ്കിൽ എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എല്ലാവരും കരുതിയിരിക്കുന്നത് ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കില്ല. അതല്ല ശരിക്കും. ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരുന്ന എമൗണ്ട് അത് കറക്റ്റാണ്, അല്ലെങ്കിൽ അത് ശരിക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് കൊണ്ടാണ് ഈ റിസൾട്ട് വന്നേക്കണേ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദർ അനാലിസിസ് ചെയ്യണം. അപ്പൊ അനാലിസിസ് ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് that will be extended to other departments as well. സെയിൽസിലേക്ക് പോകും, പ്രൊഡക്ഷനിലേക്ക് പോകും, പിന്നെ മറ്റ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും, പിന്നെ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും, HR ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും, ലേബർ എഫിഷ്യൻസി വർക്ക്, അങ്ങനെ ഓരോ കാര്യത്തിലും ഇടപെടും. അതായത് സാർ പറഞ്ഞതനുസരിച്ച് ഫ്രാക്ഷണൽ CFO സർവീസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ തുടക്കം മുതൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഓരോ അനാലിസിസ് നടന്നു. ഇപ്പോൾ ഒരാൾ സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി വന്നു, അല്ലെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വരുമ്പോൾ തുടക്കം തന്നെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവിടെ ഈ CFO സർവീസ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ CFOയുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? അപ്പം DPR ഉണ്ടാവൂ, അല്ലെങ്കിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും DPR സാധാരണ നോർമലി ആവശ്യം വരുന്നത് വല്ല ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ഒക്കെ വേണ്ടി വരുന്നെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഏജൻസീസിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും DPR. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇന്റേണൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബിസിനസ് പ്ലാനാണ്. ഓക്കെ, അവർക്ക് ആ ബിസിനസ് പ്ലാനിൽ നമ്മൾ മറ്റ് മേഖലകളിൽ ടച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ചെയ്യും. ഓക്കെ, ആ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ A to Z നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഇവരുടെ സെയിൽസ് ഇത് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നത്, ആ പ്രൊഡക്ഷന് വേണ്ട എന്തെല്ലാം ഇൻപുട്സ് വേണം, അതിന്റെ പ്രോസസ്സിംഗ് കോസ്റ്റ് എത്ര വരും, അത് ലേബർ കോസ്റ്റ് എത്ര വരും, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ അതിന്റെ അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട്, എന്നിട്ട് അവരുടെ പ്രോഫിറ്റ് നമ്മൾ ഇത്രയായിരിക്കും അവരുടെ വരാൻ ഒരു പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ അത് ശരിക്കും ഒരു റോഡ് മാപ്പാണ് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള. അപ്പൊ ആ റോഡ് മാപ്പ് അനുസരിച്ച് ഇവര് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി അത് കൃത്യമായിട്ട് ഇതനുസരിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ അനാലിസിസ് വേണം. അപ്പൊ അവിടെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇയർലി അനാലിസിസ് അല്ല അവിടെ ഉണ്ടത്, അവിടെ മന്ത്ലി അനാലിസിസ് വേണം. എന്ന് വെച്ചാൽ എല്ലാ കമ്പനികളുടെയും ഫൈനാൻഷ്യൽസ് മന്ത്ലി പ്രിപ്പയർ ചെയ്തിട്ട് മന്ത്ലി നമ്മൾ അത് അനലൈസ് ചെയ്ത് പോകണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും. എന്തിനാ ഈ മന്ത്ലി ആവശ്യം?
അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വേർ വി ആർ ഗോയിങ് റോങ്, വേർ വി ആർ ഗോയിങ് റൈറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഒരു റോങ് ആക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത മാസം അത് ആ പ്രശ്നം വരില്ല, ആ ഒരു ലോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതല്ല, ഞാൻ 12 മാസം കഴിഞ്ഞിട്ട് ഇയർ എൻഡിങ്ങിലാണ് ഞാൻ ഇത് പോയിട്ട് ആനുവൽ അക്കൗണ്ട്സ് ആണ് ഞാൻ ഇത് ചെയ്യുന്നതെങ്കിൽ, അനലൈസ് ചെയ്യുന്നെങ്കിൽ, അപ്പോഴേക്കും എനിക്ക് വരാവുന്ന നഷ്ടം മുഴുവൻ വന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫൈനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ബേസിസ് ഇറ്റ് ഷുഡ് ഹാപ്പൻ. കാരണം എന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള കറക്റ്റീവ് സ്റ്റെപ്സ് എടുത്തിട്ട് നമുക്ക് അത്തരം ലോസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതൊരു മാനുഫാക്ചറിങ് സെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിക്കോട്ടെ, സർവീസ് സെക്ടർ ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ്സിനും ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യത്തിൽ CFO അല്ലെങ്കിൽ ഫ്രാക്ഷണൽ CFO സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായും പ്ലാനിങ്ങോട് ഉണ്ടാക്കി നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ റോഡ് മാപ്പ് നിങ്ങളുടെ ഗ്രോത്ത് കൂട്ടാനും എഫിഷ്യൻസി കൂട്ടാനും സഹായിക്കും. അതുകൊണ്ടാണ് CFO സർവീസ് എന്നുള്ളത് പല നല്ല കമ്പനികളും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറിയ കമ്പനികൾക്കും അല്ലെങ്കിൽ തുടക്കക്കാർക്കും റീച്ചബിൾ അല്ല എന്ന് തോന്നുന്നത് ഇപ്പോൾ മാറ്റിക്കൊണ്ട് ബൈബിസ് സൊല്യൂഷൻസ് എല്ലാവിധ കമ്പനിക്കാരെയും, എല്ലാവിധ സ്മോൾ തൊട്ട് MSME മുതൽ ഏതൊരാളെയും ഇതിന്റെ സർവീസ് കിട്ടുന്ന രീതിയിലേക്കുള്ളൊരു പ്ലാനിങ് തയ്യാറാക്കി മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സാറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏതൊരു പറഞ്ഞോട്ടെ, കാരണം ഏതൊരു കമ്പനി വിജയിക്കാൻ, എല്ലാ കമ്പനികളും സക്സസ് ആകാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. ബിസിനസ്സിൽ ആരും ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ബിസിനസ് ചെയ്യില്ല, എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പ്രോഫിറ്റിനെ നമുക്ക് എങ്ങനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും? മാക്സിമൈസേഷൻ എന്നുള്ള വേർഡ് പലപ്പോഴും തെറ്റായിട്ടുള്ള ഒരു പദമാണ്. ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ആ വേർഡായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ പ്രോഫിറ്റിനെ നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ക്ലിയർലി വി ഹാവ് ടു കീപ്പ് ഓൺ വാച്ചിങ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ മന്ത്ലി ഫൈനാൻഷ്യൽ കണ്ടിന്യൂസ് മോണിറ്ററിങ്. കംപ്ലീറ്റ്ലി നമ്മൾ ശരിക്കും കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. അപ്പൊ അങ്ങനെ മോണിറ്റർ ചെയ്ത്, ഇനി ഈവൻ ഇതിൽ വേറൊരു ഇംപ്ലിക്കേഷൻ കൂടിയുണ്ട്. ശരിക്കും പലപ്പോഴും നമ്മൾക്ക് ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് നിയമങ്ങൾ വിധേയമായിട്ടാണ് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ. ഓക്കെ, ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിലെവിടെയും. അപ്പൊ ഈ നിയമങ്ങളുടെ ലംഘനങ്ങൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഈ നിയമങ്ങളുടെ എവിടെയെങ്കിലും നോൺ കംപ്ലയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ മോണിറ്ററി ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ അല്ലാതെ അഡ്ജുഡിക്കേഷനിലും മറ്റേ കോടതിയിലും അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോസ്റ്റ്ലിയാണ്, കോസ്റ്റ് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തു പോകണം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫൈനാൻഷ്യൽ അനാലിസിലൂടെ അതിലും നമ്മൾ വേണ്ട അഡ്വൈസും കാര്യങ്ങൾ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഇവരുടെ അനാവശ്യമായിട്ടുള്ള എല്ലാ എക്സ്പെൻസസും ഒഴിവാക്കി ഏറ്റവും വേണ്ട ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനും അത് മാർക്കറ്റ് ചെയ്യാനും വേണ്ട എക്സ്പെൻസ് മാത്രമായിട്ട് ചുരുക്കി കൊണ്ടുവന്നിട്ട് ഇവരുടെ പ്രോഫിറ്റിനെ എത്രമാത്രം കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും, അത് ഡബിൾ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രിപ്പിൾ ആക്കാൻ പറ്റുമോ, ആ രീതിയിൽ ഉള്ള ഒരു വിശകലനമാണ് നമ്മൾ ചെയ്യുന്നത്. അതനുസരിച്ച് അവരുടെ റിസൾട്ട് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ബൈബിസ് ഇങ്ങനെയുള്ള ഒരുപാട് സർവീസുകൾ വരെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ ഈ ഫ്രാക്ഷണൽ CFO സർവീസ് ശരിക്കും പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം. കാരണം ഏതൊരാൾക്കും ഇപ്പോൾ അഫോർഡബിൾ ആണ്, അല്ലെങ്കിൽ അവർക്കും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഇതിനകത്തൂടെ വരുമ്പോൾ ഈ ബൈബിസ് സൊല്യൂഷൻസിനെ എങ്ങനെ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ബൈബിസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക? നമ്മളുടെ ആർക്കെങ്കിലും ബൈബിസിന്റെ സർവീസസ് വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 9847-264-386. 9847-264-386. അപ്പൊ ഇവിടെ ഒരു ശരിക്കും ബൈബിസിനൊരു ടീം തന്നെ ഉണ്ട് അല്ലെ ഇതിനു വേണ്ടിട്ട്? ബൈബിസിനൊരു ടീം തന്നെ ഉണ്ട് അല്ലെ ഇവിടെ? തീർച്ചയായിട്ടും നമ്മളൊരു ടീമായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ക്ലയൻസ് ഉണ്ട്. നമ്മള് ആ ക്ലയൻസിന്റെ എല്ലാം ശരിക്കും മന്ത്ലി ഫൈനാൻഷ്യൽ അനാലിസിസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് മുമ്പിൽ എല്ലാ മാസവും കൃത്യമായിട്ടൊരു പ്രസന്റേഷൻ, അതൊരു PPT പ്രസന്റേഷൻ തന്നെ കംപ്ലീറ്റ് അനാലിസിസോടുകൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ അവർക്ക് പല ഡിസിഷൻ മേക്കിങ്ങിനും അവർക്ക് അത് ഉപകാരപ്രദമാകുന്നുണ്ട്.
അപ്പൊ എന്തായാലും ഈ പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രാക്ഷൻ സീഫ് സർവീസ് മാത്രമല്ല, സീഫ് സർവീസും കൂടാതെ മറ്റു സർവീസുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈസി എക്സ്പോർട്സിലൂടെ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ആക്സസിബിൾ. കാരണം ഇതെല്ലാം അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആലുവ മെട്രോ സ്റ്റേഷന് അടുത്ത് തന്നെയാണ്. ഇതിനകത്ത് മെസ്കാർ ആർക്കേഡ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിന്റെ വെജിറ്റബിൾ മാർക്കറ്റിന് സമീപം ആലുവയിൽ. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സുവർണാവസരം ശരിക്കും എല്ലാവരും ഉപയോഗപ്പെടുത്തുക. കാരണം ഒരു സീഫ് സർവീസ് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ മേഖലയും അനാലിസിസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് മന്ത്ലി വൈസ്, വീക്ക്ലി വൈസ് പ്രസന്റ് ചെയ്ത് എവിടെയാണ് ഗ്രേ ഏരിയ അത് കണ്ടുപിടിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തുക. ഇതിനെ നിങ്ങൾ ഈസി എക്സ്പോർട്സ് മുഖേനയോ അല്ലെങ്കിൽ ബൈബിസിലെ ഡയറക്റ്റ് നമ്പർ മുഖേനയോ കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.